ദേഷ്യം വരും. പക്ഷെ പ്രവാചകൻ എങ്ങനെ? ഒരിക്കൽ ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആയിഷ ബീബി വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോഴാ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ മറ്റൊരു ഭാര്യക്കറിയാം പ്രവാചകൻ ഇറച്ചിക്കറി വലിയ ഇഷ്ടമാ. നബിയെ, ഇന്ന് വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട് നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഇറച്ചിക്കറിയുമായി കടന്നു വന്നു. ആയിഷ, അപ്പുറത്തുനിന്ന് കിട്ടിയതാ, നല്ല ഇറച്ചിക്കറിയാ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതും ആയിഷ ബീബി ഒരൊറ്റ തട്ട് പാത്രം തറയിൽ വീണിട്ട് 4-5 കഷ്ണമായി. ഇറച്ചി പാത്രം ഉൾപ്പെടെ തറയിൽ വീണ് പാത്രം വരെ പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങാനും ആണെങ്കിൽ ഒന്ന് ചിന്തിക്ക്. പെണ്ണും പിള്ളയെ കട്ടിലിനടിയിൽ എടുത്താൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാലോചിക്ക്, നമ്മുടെ സഹോദരി അടുത്ത് താമസിക്കുക. ഓള് പറയണ, കാക്ക ഇത്തിരി ഇന്ന് ഇപ്പൊ നല്ല ഇത്തിരി നാടൻ കോഴിയുടെ കറിയുണ്ടക്ക, ഇത്തിരി തന്നു. അതും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ തട്ടിയൊന്നും താഴെ ഇടണ്ട, ആമിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തട്ടി താഴെ ഇട്ടു. താഴെ വീണ പാത്രം ഇങ്ങനെ പറക്ക. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പാത്രക്ക് ഇങ്ങനെ പറക്കിയെടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തകർന്നു പോയി. ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എല്ലാ ദേഷ്യവും പോയി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു വല്ലാത്ത സൈക്കോളജിയാ. തന്റെ ഭാര്യയോട് പറയാ, നിനക്ക് ദേഷ്യം ഉള്ളത് എപ്പോഴാ, ദേഷ്യം ഇല്ലാത്തത് എപ്പോഴാന്ന് എനിക്കറിയാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വളരെ ദേഷ്യത്തോടു കൂടി കയ്യിലിരുന്ന ഇറച്ചിപ്പാത്രം തട്ടി തറയിലിട്ട് പൊട്ടിച്ച് കലി തുള്ളി നിൽക്കുന്ന ഭാര്യയോട് റസൂലുള്ളാഹി പറയണേ, നിനക്ക് എപ്പോഴാ എന്നോട് ദേഷ്യമുള്ളത് ഇല്ലാത്തതെന്ന് എനിക്കറിയാം ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല